ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമിൻ്റെ തലേന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നാളെയാണ് നമുക്ക് ലാസ്റ്റ് എക്സാം. എൻ്റെ 4 വർഷത്തെ ബിടെക് ലൈഫിലെ ലാസ്റ്റ് എക്സാമാണ് നാളെ. അപ്പോൾ ഒഫീഷ്യലി നാളത്തോടെ എൻ്റെ ബിടെക് ലൈഫൊക്കെ തീരുകയാണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് എക്സാമിന് മുന്നേ ഉള്ളൊരു ബ്ലോഗാണ് കേട്ടത്, എക്സാം ബ്ലോഗാണ്. അപ്പോൾ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ എണീറ്റ് കുളിച്ച് ഫ്രഷൊക്കെ ആയതിനു ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു 8 മണി 8:05 ആയപ്പോൾ പഠിക്കാനിരുന്നു കേട്ടോ. അപ്പം ഇന്നലെ നമുക്ക് 2 ദിവസമാണ് ലീവ് കിട്ടിയത്. ഇന്നലെ അത്യാവശ്യം കുറച്ച് ഞാൻ പഠിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു മൊഡ്യൂളും കുറച്ചുണ്ട് പഠിക്കാൻ. ഓവർഹോൾ 5 മൊഡ്യൂളും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെ ഞാൻ കുറേ മിസ്സാക്കി എന്ന് വെച്ചാൽ ലാസ്റ്റ് പഠിക്കാമെന്ന് വെച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഒരു പ്ലാനിങ്ങിൽ പോയോണ്ടിരിക്കുമ്പോഴാണ് രാവിലെ 9 മണിയാകുമ്പോൾ ഒരു മെസ്സേജ് കണ്ടത്. നാളെ എക്സാം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ മാർക്ക് കുറയ്ക്കും, പ്രൊജക്റ്റിൻ്റെ മാർക്ക് കുറയുമെന്ന് പറഞ്ഞിട്ട്. സോ നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സോഫ്റ്റ് കോപ്പി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ബൈൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ പുറത്ത് പോയിട്ടോ. അങ്ങനെ ATMലൊക്കെ പോയി പൈസ ഒക്കെ എടുത്തു. പിന്നെ ഒരു 5-6 കോപ്പി ഞങ്ങൾക്ക് ബൈൻഡ് ചെയ്യണം. അപ്പോൾ അത്യാവശ്യം നല്ല സമയം എടുത്തിട്ട് അങ്ങനെ ബൈൻഡിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു 3 മണി ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലെത്തിയത്. അങ്ങനെ ചോറും അതേപോലെ തന്നെ ഈവനിങ് സ്നാക്സും എല്ലാം ഒപ്പാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 3:30 ആകുമ്പോൾ ഹോസ്റ്റലിൽ ചായ സ്റ്റാർട്ട് ചെയ്യും, ചായ കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടോ ഞാൻ ചോറും അതുപോലെ തന്നെ പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു ഉറക്കം ഇറങ്ങി. പിന്നെ ഞാൻ രാത്രി 8 മണിയാകുമ്പോഴാട്ടോ എണീക്കണേ. അപ്പോൾ 8 മണിയാകുമ്പോൾ എണീറ്റ് പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നാളത്തെ എക്സാം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിയറിയാണ്, നല്ല തിയറി ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നോക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് സമയമുണ്ട്, റിവിഷൻ കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് റിവിഷൻ ചെയ്യാനാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഇവിടെ കുറേ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പ്രോപ്പറായിട്ട് ഒരു റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് അത്യാവശ്യം തിയറിയും അതേപോലെ തന്നെ പിക്ചേഴ്സും വരയ്ക്കാൻ വരുന്നുണ്ട്. ഓരോ പ്രോസസ്സുകളായതുകൊണ്ട് അതിൻ്റെ പിക്ചറൊക്കെ വരയ്ക്കാറുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സമയം എടുക്കും റിവിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇനി എനിക്ക് റിവിഷൻ ചെയ്യാനുള്ള മൊഡ്യൂൾ 4ഉം 5ഉം പിന്നെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ നോക്കാനുണ്ട്. പക്ഷേ ഞാനതൊരു 12:30-1 മണി ആകുമ്പോഴത്തേനും തീർത്താനിട്ടായിരുന്നു കേട്ടോ റിവിഷൻ. ഒരു എന്താ പറയുക, ലാസ്റ്റ് മിനിറ്റ് ഒരു ഹെവി റിവിഷൻ എന്ന് വെച്ചാൽ ഇതുവരെ റിവിഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ വലിയൊരു റിവിഷൻ തന്നെയായിരുന്നു, ഒരു ലോങ് റിവിഷൻ തന്നെയായിരുന്നു. പിന്നെ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ വോയിസ് ഓവർ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോഴാണ് എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയത്. ഞാൻ ഇത് ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കംപ്ലീറ്റ്ലി അല്ല, ഒരു 90% വോയിസ് ഓവറൊക്കെ കൊടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഞാൻ എന്തൊക്കെയോ നോക്കിയപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള വീഡിയോ ആണ്. കുറച്ചും കൂടി വോയിസ് ഓവർ കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ മാറ്റി വെച്ചിട്ടുള്ള സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഞാനത് അപ്ലോഡ് ആക്കുന്നത്. ആക്ച്വലി April 13-നായിരുന്നു നമ്മുടെ ലാസ്റ്റ് എക്സാം. അപ്പോൾ April 29 എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. അങ്ങനെ 1 മണി വരെ ഞാൻ റിവൈസ് ചെയ്തിട്ട് പിന്നെ ഞാൻ പോയി കിടന്നുറങ്ങിയിട്ടു. പിന്നെ പിറ്റേ ദിവസം ഞാൻ 4 മണിക്ക് എണീറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. ഒക്കെ അപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള അതേ മോഡലോ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസോ ഒന്നും ഇരുന്നില്ല. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ല, ക്വസ്റ്റ്യൻ എന്തോ ഒരു ഇഷ്ടമില്ല. നമുക്ക് എല്ലാ എക്സാം എഴുതി കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ആ ഒരു സാധനം കിട്ടിയിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് എക്സാമാണ് ഇത്തിരി മൂഞ്ചിപ്പോയി എന്നൊക്കെ പറയാം. എന്നാലും കുഴപ്പമില്ല, പാസ്സാവും, അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഗ്രേഡിലോട്ട് കിട്ടുമെന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.